അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ധന്യ, കല്ലേപ്പുള്ളി എന്നാണ് വരുന്നത്. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയണത്. മോള് കുറച്ച് പഠിക്കാൻ അലസതയും ഇതുമായിട്ട് ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ സ്കൂൾ പഠിക്കുന്ന ടീച്ചർക്ക് എന്താ ടീച്ചർ ചെയ്യുക ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ശരിയാവും പറഞ്ഞു. ഞാൻ ആദ്യത്തെ ആഴ്ച വന്നു ഇവിടെ പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ മോളെ കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ അച്ഛന് തൈലൊക്കെ വെച്ച് വയ്ക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത്തെ ആഴ്ച വന്നു, മോളെ കണ്ടു, അച്ഛൻ അനുഗ്രഹിച്ചു. മോള് പഠിച്ചു, 10ാം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിനും ഫുൾ A+ കിട്ടി, വിജയിച്ചിരിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ ആരാധന. അല്ലയോ വൈകിട്ടുള്ള ശുശ്രൂഷയിലെ അല്ലേ, ബുധനാഴ്ച വൈകിട്ടുള്ള ശുശ്രൂഷയിൽ അവർ വന്നു. ആദ്യത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല കൊച്ചിന്. അമ്മ പകലുള്ള ശുശ്രൂഷയിൽ വന്ന് പ്രാർത്ഥിക്കും. ഈ സഹോദരിയുടെ അമ്മ. അതിൻ്റെ ഫലമായിട്ട് മകൾ വന്ന് പ്രാർത്ഥിച്ചു. മകൾക്കും പേടിയുണ്ടായി. അനീത്യം വന്നു അല്ലേ, അനീത്യം വന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ മകൾക്ക് ഫുൾ A+ കിട്ടി. കർത്താവ് അനുഗ്രഹിച്ചു. അമ്മ ഇപ്രകാരം പറഞ്ഞത്, കൊച്ചു പഠിച്ചതൊന്നും ഓർക്കുന്നില്ല. ഈ ചേച്ചിയുടെ അമ്മച്ചി പറഞ്ഞത് പഠിച്ചതൊന്നും ഓർക്കുന്നില്ല, അവൾക്ക് പരീക്ഷയിൽ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ഒപ്പം ഇവിടെ സ്കൂളിലെ ടീച്ചർ പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും ശുശ്രൂഷ പങ്കെടുക്കാനും അതുപോലെ പിന്നെ കൗൺസിലിംഗ് ഷെയറിങ്ങിന് സ്പിരിച്വൽ ഷെയറിങ്ങിൽ പങ്കെടുക്കാനും പറഞ്ഞു. അതിനുശേഷം നമ്മൾ കൊച്ചിനെ കണ്ടു, പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ ഭയം മാറി, പേടി മാറി. അവൾക്ക് നല്ല മാർക്ക് നൽകി, എല്ലാ A+ നൽകി കർത്താവ് അനുഗ്രഹിച്ചു.